മനസ്സിലായല്ലോ. ലാസ്റ്റ് കണ്ടപ്പം എനിക്ക് കുറച്ച് വയ്യാഴികയൊക്കെയാണെന്ന് ഞാൻ പറഞ്ഞായിരുന്നല്ലോ. അതെല്ലാം മാറി നല്ല ഉഷാറായിട്ടുണ്ട്. അപ്പോൾ ഇന്ന് കുറേ പണിയുണ്ട്. അത് ഞാൻ പറയാം. അതിന് മുമ്പേ ഇടയ്ക്ക് നമ്മുടെ വീട്ടിൽ വന്നിട്ട് പോയ ആളുകളാണിത് കേട്ടോ. അപ്പോൾ നമ്മുടെ ഗൾഫുകാർ വന്ന കഥയൊക്കെ ഞാൻ പറഞ്ഞായിരുന്നല്ലോ. അപ്പോൾ സായ്മോനാണിത്. സായ്മോൻ ഇടയ്ക്ക് ഒരു ദിവസം ഇവിടെ വന്നു. അപ്പോൾ അവനെ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് വന്നേ കേട്ടോ ഇവർ. അപ്പോൾ ഇത് അനന്തു, മറ്റത് ദേവു, ചേച്ചിയുടെ മക്കളാണ്, ഏട്ടയുടെ സിസ്റ്ററിൻ്റെ മക്കൾ. ബാക്കിയുള്ളവരെ ഇപ്പോൾ പരിചയപ്പെടുത്തുന്നില്ല, കുറച്ചങ്ങോട്ട് പോട്ടെ എന്നിട്ട് പറയാം. അപ്പോൾ ഇന്നത്തെ ദിവസം എന്ന് പറഞ്ഞാൽ നമ്മുടെ ഗൾഫിൽ നിന്ന് വന്ന് നമ്മുടെ ചേട്ടനും ഫാമിലിയൊക്കെ തിരിച്ചു പോകുന്ന ദിവസം. നമ്മൾ എറണാകുളത്തായതുകൊണ്ട് തന്നെ അവരുടെ വരവും പോക്കും എല്ലാം ഇവിടെ നിന്നാണ്. അപ്പോൾ അവർക്ക് കൊടുത്തു വിടാനും കഴിക്കാനും ഒക്കെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ടാക്കണം. വൈകിട്ടാണ് ഫ്ലൈറ്റ്. വൈകിട്ടെന്ന് പറഞ്ഞാൽ രാത്രി 12 മണിക്കാണ്. അപ്പോൾ ഇവിടുന്ന് എന്തായാലും ഒരു 8:30 പോവുമായിരിക്കും. അപ്പോൾ ലഞ്ചിനും അവർ കാണും, ഡിന്നറിനും അവർ കാണും. ഇങ്ങനെയുള്ള അവസരങ്ങളിൽ ഞാൻ തലേന്ന് തന്നെ കുറച്ച് ഫുഡൊക്കെ പ്രിപ്പയർ ചെയ്ത് വെക്കും. പിറ്റേ ദിവസം എടുത്ത് ചൂടാക്കുകയാണ് പതിവ്. പക്ഷേ ഇന്നലെ ഹസ്ബൻഡ് അങ്ങ് നാട്ടിലായതുകൊണ്ട് താമസിച്ചാണ് വന്നത്. അപ്പോൾ ഇന്ന് രാവിലെയാണ് എനിക്ക് ഈ കക്കയും പോർക്കും ഒക്കെ കിട്ടിയത്. അതുകൊണ്ട് തന്നെ രാവിലെ പിടിപ്പത് പണിയുണ്ടെന്ന് പറയാം. പിന്നത്തെ ഒരു സമാധാനം എന്ന് വെച്ചാൽ ഈ നോൺ വെജിനെല്ലാം ഒരേ ചേരുവകളാണല്ലോ. സവാള, ഇഞ്ചി, വെളുത്തുള്ളി, പിന്നെ തേങ്ങാക്കൊത്ത്. ഫ്രൈ ആണെങ്കിൽ തേങ്ങാക്കൊത്തൊക്കെ ഇട്ടാണ് ഉണ്ടാക്കുന്നത്. പിന്നെ മല്ലിപ്പൊടി, മുളക് പൊടി, ഗരം മസാല, മഞ്ഞൾപ്പൊടി, ഈ വകയൊക്കെ. പിന്നെ ഇതിൻ്റെയൊക്കെ ചേരുവകളിൽ അളവിൽ വ്യത്യാസം വരും, അത്രയേ ഉള്ളൂ. ഇവിടെ ആദ്യം ഞാൻ കക്കയിറച്ചി ഉണ്ടാക്കി കേട്ടോ. അതിൻ്റെ റെസിപ്പിയോ അല്ലെങ്കിൽ അത് കുക്ക് ചെയ്യുന്ന വീഡിയോ ഒന്നും കാണിക്കുന്നില്ല. അത് നമ്മൾ ഷോർട്സിൽ ഇടാറുണ്ടല്ലോ. പിന്നെ അവിടെ ഇവിടെയും കൂടെ കണ്ട് ബോറടിക്കണ്ട. കക്ക ഫ്രൈ ആയതുകൊണ്ട് അത് വെന്ത് വരാനും അത് ആ ഫ്രൈ ആയിട്ട് വരാൻ കുറേ ടൈം പിടിക്കും. അതുകൊണ്ട് അത് ആദ്യം ചെയ്യുകയാണെങ്കിൽ 2 അടുപ്പിൽ ചെയ്യാമല്ലോ. ഇവിടെ ആണെങ്കിൽ ഒരു ഗ്യാസ് സ്റ്റവേ ഉള്ളൂ. പിന്നെ എനിക്ക് ഒരുപാട് വലിയ പാത്രങ്ങളോ അങ്ങനൊന്നും ഇല്ല. അപ്പം ആ ഒരു ലിമിറ്റേഷനിൽ നിന്നുകൊണ്ട് വേണം ചെയ്യാൻ. ഇവിടെ ഇപ്പം ഞാൻ കക്ക എല്ലാം ഫ്രൈ ആക്കാൻ വേണ്ടിയിട്ട് 2 പാത്രത്തിലിട്ടാണ് ചെയ്യുന്നത്. എന്നാലേ കൂടുതൽ ഡ്രൈ ആയിട്ട് വരത്തുള്ളൂ. അടുത്തത് പോർക്കിൻ്റെ ഒരു ഡ്രൈ റോസ്റ്റാണ് ഉണ്ടാക്കുന്നത്. അതിവിടെ വെച്ച് കഴിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അതിനും അത്യാവശ്യം നല്ല സമയമൊക്കെ എടുക്കും. എന്നാലും അതും ഇങ്ങനെ ഇളക്കി ഇതിൻ്റെ ഇടയ്ക്ക് ബാക്കി കറികളൊക്കെ ചെയ്യും. വെജിറ്റബിൾ കറി വെക്കണം, പിന്നെ എന്തെങ്കിലും ഒഴിച്ചു കൂട്ടാൻ വെക്കണം, പിന്നെ ചോറൊക്കെ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാം ഒരുമിച്ച് നടക്കും. പിന്നെ എനിക്ക് തോന്നിയിട്ടുള്ള കാര്യം, നമ്മളൊരു ഇഷ്ടത്തോടു കൂടി ചെയ്യുവാണെങ്കിൽ നമുക്കങ്ങനെ ജോലി ഒരു ഭാരമായിട്ടൊന്നും തോന്നത്തില്ല. ഇത്തവണ അവർക്കാകെ 10 ദിവസമേ ലീവ് ഉണ്ടായിരുന്നുള്ളൂ. അങ്ങോട്ടും ഇങ്ങോട്ടും യാത്രയൊക്കെ കഴിഞ്ഞാൽ 8 അല്ലെങ്കിൽ ഒരു 9 ദിവസം കൂട്ടാം. പിന്നെ ഇപ്പോൾ ഹരിപ്പാട് നിന്ന് എറണാകുളം യാത്ര എന്ന് പറഞ്ഞാൽ ചില്ലറ പരിപാടിയല്ല. 3 മണിക്കൂർ അങ്ങോട്ടും ഇങ്ങോട്ടും പോകും. അങ്ങനെ ഒരു തവണ ഇടയ്ക്ക് ഇവിടെ വരികയും ചെയ്തു. പിന്നെ ഒരു ദിവസമാണേലും 10 ദിവസമാണേലും 30 ദിവസമാണേലും പോകുമ്പോൾ നമുക്ക് ഭയങ്കര സങ്കടമാണ്. അത് എത്ര ദിവസം നിന്നാലും ആ ഒരു സങ്കടം മാറത്തില്ല കേട്ടോ. അപ്പോൾ ഈ തിരക്ക് പിടിച്ച് പണി ചെയ്തതിൻ്റെ സമയത്ത് ഇടയ്ക്ക് കോളിംഗ് ബെൽ അടിക്കുമ്പോഴും ഫോൺ റിങ് ചെയ്യുമ്പോഴൊക്കെ നമുക്ക് അയ്യോ ഇത് ആരാ ഈ സമയത്തെന്ന് തോന്നും. അപ്പോൾ ഇടയ്ക്ക് ഒരു പാഴ്സലൊക്കെ വന്നു, അത് വാങ്ങിച്ചു വെച്ചു. അപ്പോൾ പോർക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. പിന്നെ ഞാൻ ഒരു മോരുകറി ഉണ്ടാക്കിയിട്ടുണ്ട്. മോരുകറിയല്ല, പുളിശ്ശേരിയാണെന്ന് പറയാം, കട്ടിക്ക്. പിന്നെ ചിക്കൻ ഫ്രൈ റെഡി ആയിട്ടുണ്ട്, പയറ് മെഴുക്കുവരട്ടി റെഡി ആയിട്ടുണ്ട്. ഇത് സായുവിന് ഫ്രൈഡ് റൈസ് ഉണ്ടാക്കിയതാണ് കേട്ടോ. പിന്നെ ചോറ്, കക്ക ഫ്രൈ. എന്തോ ഭാഗ്യത്തിന് മീക്ക് ഇന്നും ഉച്ചവരെ ക്ലാസ്സുള്ള, അതുകൊണ്ട് കുറച്ച് നേരം അവരുടെ കൂടെ ഇരിക്കുകയും വർത്തമാനം പറയുകയൊക്കെ ചെയ്യാം. അപ്പോൾ മീൻ വന്ന ഉടനെ ഞാൻ ചോറ് കൊടുക്കുമായിരുന്നു. പാവയ്ക്ക അച്ചാറാണ് ആ മഞ്ഞ കളറിൽ കാണുന്നത് കേട്ടോ. എന്തായാലും ഊണ് സമയമായപ്പോൾ ഞങ്ങളെല്ലാവരും ഇരുന്ന് കാര്യം പറഞ്ഞ് ഇങ്ങനെ ഭക്ഷണമൊക്കെ കഴിക്കുകയാണ്. ഇപ്പോൾ IMO ഒക്കെ ഉള്ളതുകൊണ്ട് മിക്കവാറും നമ്മൾ നേരിട്ട് സംസാരിക്കുന്നുണ്ട്. എന്നാലും ഇപ്പം ഇങ്ങനെ ഇരുന്ന് സംസാരിക്കത്തില്ലേ, ഈ ഒരു ഡൈനിങ് ടേബിളിൻ്റെ ചുറ്റും ഭക്ഷണം കഴിച്ചുകൊണ്ട്, അത് വേറൊരു വൈബാണ്. ഈ ഒരു സംസാരത്തിൽ നമുക്ക് വീട്ടുകാര്യം വരും, കുടുംബക്കാര്യം വരും, നാട്ടുകാര്യം വരും, ഭക്ഷണക്കാര്യം വരും, പിന്നെ ഫ്രണ്ട്സിൻ്റെ കാര്യം വരും. അങ്ങനെ എന്തൊക്കെ വരാവോ അതെല്ലാം വരും. അസുഖക്കാര്യവും വരും. ഇനി അടുത്ത മുട്ടൻ പണി ഇവർക്ക് കൊണ്ടുപോകാനുള്ള സാധനങ്ങൾ പാക്ക് ചെയ്യുകയാണ്. ഇതിലിപ്പം വീട്ടിലുണ്ടാക്കിയ ചിപ്സ് ഉണ്ട്, കുടംപുളിയുണ്ട്, പുതിയ ഡ്രസ്സ് വാങ്ങിച്ചതുണ്ട്, കറിവേപ്പിലയുണ്ട്, പിന്നെ കൊണ്ടുപോകാൻ പറ്റുന്ന അത്യാവശ്യം എല്ലാ സാധനങ്ങളും ഉണ്ട്. ഈവൻ നാടൻ കോഴിമുട്ട വരെ ഉണ്ട്. മുട്ടയൊക്കെ അടിപൊളിയായിട്ടാണ് പാക്ക് ചെയ്ത് കൊണ്ടുവന്നത്. കഴിഞ്ഞ പ്രാവശ്യം കൊണ്ടുപോയി പരീക്ഷിച്ച് വിജയിച്ചുകൊണ്ടാണ് വീണ്ടും ഒരു അറ്റംപ്റ്റ് നടത്തുന്നത്. ഇപ്പം സമയം രാത്രിയായി കേട്ടോ. കുട്ടികളെയൊക്കെ റെഡിയാക്കി. നമ്മുടെ വാവക്കുട്ടി നീന്താൻ തുടങ്ങുന്നത് നാട്ടിൽ വന്നതിന് ശേഷമാണ്. അവിടെ വെച്ച് ചെറുതായിട്ടൊക്കെ ഇങ്ങനെ അനങ്ങുമെങ്കിലും ഇത്രയും കാര്യമായിട്ടൊന്നും നീന്തത്തില്ലായിരുന്നു. അവിടുത്തെ ഒരു സ്ഥലപരിമിതിയൊക്കെ കൊണ്ടായിരിക്കാം. പരിചയപ്പെടൽ പെൻഡിങ്ങിൽ വെച്ച ആളെ പരിചയപ്പെടുത്താം. ഇതാണ് സുരേഷ് കുമാർ, ഹസ്ബൻഡിൻ്റെ ചേട്ടനാണ്. ഇത് ശ്യാമിലി, ഏട്ടത്തിയമ്മ. ഞാൻ ഇവരെ ഒരുപാട് പറഞ്ഞ് കൊതിപ്പിച്ചൊരു സ്ഥലമാണ് സുരേഷിൻ്റെ തട്ടുകട. ഒരുപാട് വെറൈറ്റി ഫുഡുണ്ട്, നല്ല ടേസ്റ്റി ഫുഡാണെന്നൊക്കെ. അപ്പോൾ നമ്മൾ വിചാരിച്ചു എയർപോർട്ടിൽ പോകുന്നതിന് മുമ്പ് ഇവിടുന്ന് ഭക്ഷണം കഴിച്ചിട്ട് പോകാമെന്ന്. നിങ്ങൾ ശ്രദ്ധിച്ചോന്നറിയത്തില്ല, ആരുടെ മുഖത്തും ഒരു സന്തോഷമില്ല. ഇങ്ങനെ ഇവർ പോകുന്ന സമയമാകുമ്പോൾ എല്ലാ തവണയും ഇങ്ങനെയാണ്. എല്ലാവരും ഭയങ്കര മൂഡ് ഓഫ് ആവും. ആ വിഷമം ഉള്ളിലുണ്ടെങ്കിലും ഭക്ഷണ കാര്യത്തിൽ പുറകോട്ടൊന്നുമില്ല. അപ്പോൾ നമ്മൾ ഇഷ്ടമുള്ള ഫുഡൊക്കെ വാങ്ങിച്ചു കഴിച്ചു. ഫൈനലി നമ്മൾ കൊച്ചിൻ ഇൻ്റർനാഷണൽ എയർപോർട്ടിൽ എത്തിയിരിക്കുകയാണ്. ഓരോ ബാഗ് എടുത്ത് പുറത്ത് വയ്ക്കുമ്പോഴും നമുക്കിങ്ങനെ വിഷമമാണ് കേട്ടോ.
സാധാരണ ഈ എയർപോർട്ടിൽ നിന്ന് തിരിച്ചു വരുമ്പോൾ മിയ ഭയങ്കര കരഞ്ഞ് കൂവി 2 ദിവസം പനിയൊക്കെ ആക്കുന്നതാണ്. ഇത്തവണ എന്തോ അവൾ കുറച്ച് കൺട്രോളിലായിരുന്നു. പിന്നെ കുട്ടികൾ ബാക്കി എല്ലാവരും ഉറക്കവുമായിരുന്നു. നമ്മൾ തിരികെ വരുന്ന വഴി അടിപൊളി മഴയായിരുന്നു കേട്ടോ. അങ്ങനെ ഒരു ചായയൊക്കെ കുടിച്ചു. ഇനി അവർ വീണ്ടും വരുന്നത് വരെ നമുക്ക് കാത്തിരിക്കാം അല്ലേ. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടാൽ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. ബൈ.